ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ കോതമംഗലം, മൂവാറ്റുപുഴ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ തുടക്കം മുതൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഒട്ടുമിക്ക ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ ഏറെ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. ചില ബൂത്തുകളിൽ പോളിംഗിൽ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും അതിവേഗം പരിഹരിച്ചു. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ 159 ബൂത്തുകളാണുള്ളത്. 4 മാതൃകാ ബൂത്തുകളും ഒരു വനിതാ ബൂത്തും മണ്ഡലത്തിലുണ്ട്. ആദിവാസി മേഖലകളിലെ ബൂത്തുകളിലും ഭേദപ്പെട്ട പോളിംഗ് നടന്നു. രാവിലെ 7-നാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. അപ്പോൾ മുതൽ ഒട്ടുമിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ആവേശപൂർവ്വം വോട്ട് രേഖപ്പെടുത്താൻ ഒഴുകിയെത്തുകയായിരുന്നു. വടാട്ടുപാറയിലും മാമലക്കണ്ടത്തും ഉൾപ്പെടെ ഏതാനും ബൂത്തുകളിൽ നേരിയ തടസ്സമുണ്ടായതൊഴിച്ചാൽ വോട്ടെടുപ്പ് സുഗമമായിരുന്നു. പോളിംഗ് രേഖപ്പെടുത്തിയ ശേഷം മെഷീനിൽ നിന്ന് ബീപ്പ് ശബ്ദം കേൾക്കാൻ കൂടുതൽ സമയമെടുത്തുവെന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഗ്രാമീണ മേഖലകളിലെ പോളിംഗ് ബൂത്തുകളിലും രാവിലെ തന്നെ വോട്ടർമാരുടെ തിരക്കനുഭവപ്പെട്ടു. ഉച്ചസമയത്തെ ചൂടും വൈകുന്നേരം മഴ പെയ്താലുണ്ടാകുന്ന പ്രയാസങ്ങളും കണക്കിലെടുത്താണ് ഒരു വിഭാഗം വോട്ടർമാർ രാവിലെ തന്നെ ബൂത്തുകളിലെത്തിയത്. സ്ത്രീ വോട്ടർമാർ രാവിലെ വോട്ട് ചെയ്യാനാണ് കൂടുതൽ താൽപ്പര്യമെടുത്തതെന്ന് ബൂത്തുകളിലെ കാഴ്ചകളിൽ നിന്ന് വ്യക്തമായി. മുഴുവൻ വോട്ടർമാരും ബൂത്തുകളിൽ എത്തുന്നുണ്ടെന്നുറപ്പാക്കാൻ മുന്നണികളുടെ നേതാക്കളും പ്രവർത്തകരും മത്സരിച്ചു. ഇതും പോളിംഗ് ശതമാനം പിടിച്ചു നിർത്തുന്നതിൽ ഒരു ഘടകമാണ്. പ്രായമേറെയുള്ളവരും ശാരീരിക പ്രയാസമുള്ളവരും ഭിന്നശേഷിക്കാരും മറ്റുള്ളവരുടെ സഹായത്തോടെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. കുട്ടമ്പുഴ പഞ്ചായത്തിൽ വനാന്തരത്തിലുള്ള 5 ബൂത്തുകളിലും വോട്ടെടുപ്പ് സുഗമമായിരുന്നു. കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, വാരിയം, തേര, താളുംകണ്ടം എന്നിവിടങ്ങളിലാണ് വിദൂര ബൂത്തുകൾ. ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ബൂത്താണ് തേരയിലേത്. 4 മാതൃകാ ബൂത്തുകളാണ് കോതമംഗലത്തുണ്ടായിരുന്നത്. രാമല്ലൂർ SHLP സ്കൂൾ, കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ, എളമ്പ്ര നങ്ങേലിൽ മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് മാതൃകാ ബൂത്തുകൾ പ്രവർത്തിച്ചത്. വോട്ടർമാർക്ക് അധിക സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമായിരുന്നു. ചേലാട് ബസാനിയ പബ്ലിക് സ്കൂളിൽ പ്രവർത്തിച്ച 60-ാം ബൂത്തായിരുന്നു പിങ്ക് ബൂത്ത്. ഇവിടെ വനിതകളായ ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് നിയന്ത്രിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.